ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോജിക് ഗേറ്റുകളെ കുറിച്ചാണ്. ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ലോജിക് ഗേറ്റ്. ലോജിക് ഗേറ്റിനകത്ത് ഒന്നോ രണ്ടോ ഇൻപുട്ട് ടെർമിനലുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഇൻപുട്ട് ടെർമിനലിനെ കൃത്യമായി കമ്പ്യൂട്ട് ചെയ്ത് കറക്റ്റ് ഔട്ട്പുട്ട് വാല്യൂ ഗിവൺ കറണ്ട് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്റ്റ് ഔട്ട്പുട്ട് ഒരു സിംഗിൾ വയറിലൂടെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഒരു ലോജിക് ഗേറ്റിൻ്റെ ഫങ്ഷൻ. പ്രധാനമായും 7 തരത്തിലുള്ള ലോജിക് ഗേറ്റുകളാണ് ഉള്ളത്. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, നാൻഡ് ഗേറ്റ്, എക്സോർ ഗേറ്റ്, എക്സ്നോർ ഗേറ്റ് എന്നിങ്ങനെ 7 തരം ഗേറ്റുകളാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാറുള്ളത്. ഇതിനകത്ത് ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ് എന്നിവയെ നമ്മൾ ബേസിക് ടൈപ്പ് ഓഫ് ഗേറ്റ്സ് എന്നാണ് പറയാറുള്ളത്. ബാക്കിയുള്ള എല്ലാ ഗേറ്റുകളും ഈ ബേസിക് ഗേറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഗേറ്റുകളാണ്. അതുപോലെ തന്നെ നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ് എന്നിവയെ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നും അറിയപ്പെടാറുണ്ട്. കാരണം നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ് എന്നിവയ്ക്ക് ഓൾ ടൈപ്സ് ഓഫ് ബൂളിയൻ ഫങ്ഷൻസ്, അതായത് ഏത് തരത്തിലുള്ള ബൂളിയൻ ഫങ്ഷൻസും പെർഫോം ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീസ് ഈ നാൻഡ് ഗേറ്റിനും നോർ ഗേറ്റിനും ഉള്ളത് കൊണ്ടാണ് ഇവയെ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗേറ്റ്സിൻ്റെ സിമ്പിൾസ് എന്താണ്, അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താണ്, അതിൻ്റെ വളരെ ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമുക്കറിയാം, ഒരു മെഷീൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബൈനറി കോഡ്സ് മാത്രമേ മെഷീൻസിന് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന സെൻറ്റൻസിലായിട്ടുള്ള ഇൻപുട്ട്, ടൈപ്പ് ചെയ്യുന്ന ഇൻപുട്ടുകളൊന്നും എന്ത് ചെയ്യില്ല, മെഷീൻ ലാംഗ്വേജ് അല്ല. അതിനെ മെഷീൻ ലാംഗ്വേജ് മാത്രമേ ഒരു കമ്പ്യൂട്ടറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് 0, 1 എന്ന് പറയുന്ന ബൈനറി കോഡ്സ്. സോ നമ്മൾ ഓരോ ഗേറ്റിൻ്റെയും ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ഇത്തരത്തിലുള്ള ബൈനറി കോഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നോർമലി 0 എന്ന് പറയുന്നത് നോ വോൾട്ടേജ് അല്ലെങ്കിൽ ലോ വോൾട്ടേജ് കണ്ടീഷൻ ആയിരിക്കും. 1 എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് കണ്ടീഷനെയാണ് നമ്മൾ 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊരു ഓർ ഗേറ്റിൻ്റെ കേസ് നോക്കാം. ഒരു ഓർ ഗേറ്റ്, ഇതാണ് ഒരു ഓർ ഗേറ്റിൻ്റെ സിമ്പൽ. എല്ലാവരും സിമ്പൽ കൃത്യമായി നോട്ട് ചെയ്യാം. ഈ ഓർ ഗേറ്റിനകത്തേക്ക് എ ആൻഡ് ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് വരുന്നു. എയും ബിയും 2 ടെർമിനലാണ് ഇൻപുട്ടുകൾ വരുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ആൻഡ് ബിയുടെ ഒരു കോമ്പിനേഷൻ. സോ ഓർ ഗേറ്റ് പെർഫോം ലോജിക്കൽ അഡീഷൻ പ്രോസസ്സാണ് ഒരു ഓർ ഗേറ്റ് പെർഫോം ചെയ്യുന്നത്. ഇതിനകത്തേക്ക് ഏതെങ്കിലും ഒരു ഇൻപുട്ട് സിഗ്നൽ ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ 1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. നമുക്കതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇഫ് എ ആൻഡ് ബി, A0, B0, ഔട്ട്പുട്ട് ഷുഡ് ബി 0. ഇഫ് A0, B1, ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും ഹൈ വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ഹൈ വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ A0, B1, പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് എന്തായി, ഹൈ വോൾട്ടേജ് 1 ആയിട്ട് കിട്ടി. സിമിലർലി നെക്സ്റ്റ് കണ്ടീഷൻ A1, B0, അവിടെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എന്തുണ്ട്, ഹൈ വോൾട്ടേജ് ഇൻപുട്ട് ഉണ്ട്. സോ ഔട്ട്പുട്ട് ഷുഡ് ബി 1. ഇഫ് A1, B1 രണ്ടും 1 ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ഓർ ഗേറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഹൈ ഇഫ് എനി ഓർ ഓൾ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ആർ ഹൈ. ഏതെങ്കിലും ഒന്നോ മുഴുവനോ ആയിട്ടുള്ള വോൾട്ടേജ് ഹൈ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ദെൻ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം, ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ നോക്കാം. അതിനകത്തേക്ക് എ ആൻഡ് ബി എന്ന് പറയുന്ന 2 ഇൻപുട്ടുകൾ വരുന്നുണ്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A.B, അതായത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ് അവിടെ വരുന്നത്. സോ ദ ആൻഡ് ഗേറ്റ് പെർഫോം ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ആൻഡ് അതായത് എയും ബിയും രണ്ടും എന്തായിരിക്കണം, പ്രോപ്പറായ മാത്രമേ നമുക്കവിടെ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ലഭിക്കത്തുള്ളൂ. അതാണ് അവിടെ പറഞ്ഞത്. ഇഫ് A0, B0, ഔട്ട്പുട്ട് ഈസ് 0. A0, B1 അങ്ങനത്തെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാലോ, ഫസ്റ്റ് A0 ആയി B1 ആയി, പക്ഷേ അതുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് ഒരിക്കലും ഹൈ ആവില്ല. കാരണം ഇവിടെ ആൻഡ് ആണ്, രണ്ടും ഹൈ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവത്തുള്ളൂ. അതുകൊണ്ട് ഔട്ട്പുട്ട് ഷുഡ് ബി 0. ദെൻ ഇഫ് A = 1 ആൻഡ് B = 0, ഔട്ട്പുട്ട് ഈസ് 0. ഇഫ് A1 ആൻഡ് B1 രണ്ടും 1 ഹൈ വോൾട്ടേജ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഷുഡ് ബി 1 ആണ്. ഇൻ ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഹൈ ഓൺലി വെൻ ഓൾ ദ ഇൻപുട്ട് വോൾട്ടേജസ് ആർ ഹൈ. നമ്മൾ കൊടുക്കുന്നതെല്ലാം ഹൈ ആണെങ്കിൽ മാത്രമേ ഒരു ആൻഡ് ഗേറ്റിനകത്ത്
ഔട്ട്പുട്ട് ഹൈ ആയി മാറത്തുള്ളൂ. ദെൻ തേർഡ് വൺ ഈസ് ദ നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി പെർഫോം ചെയ്യുന്നത് ഇൻവേർഷൻ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റേഷൻ ഫംഗ്ഷനാണ്. അത് നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുക. നമ്മളൊരു ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് ആയിരിക്കും. ലോ വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ആയിരിക്കും. സോ ഒരു നോട്ട് ഗേറ്റിനകത്ത് ആകെ ഒരു ഇൻപുട്ടേ ഉണ്ടായിരിക്കുള്ളൂ, ഒരു ഔട്ട്പുട്ടേ ഉണ്ടായിരിക്കുള്ളൂ. ഇതാണ് ഒരു നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കുലർ ഷേപ്പിൻ്റെ എൻഡിൽ ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ടായിരിക്കും. സോ ഇൻപുട്ട് എ കൊടുത്തു കഴിഞ്ഞാൽ എയുടെ നേരെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് അല്ലെങ്കിൽ എ ബാർ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കാം. സോ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്കറിയാം. ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1, ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. സോ ഇതാണ് ഒരു നോട്ട് ഗേറ്റ്. ഇനി നമുക്ക് വരുന്നത് നാൻഡ് ഗേറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗേറ്റിനകത്ത് വരുന്ന ഒന്നാണ് നാൻഡ് ഗേറ്റ്. നാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ആൻഡിൻ്റെയും നോട്ടിൻ്റെയും കോമ്പിനേഷനാണ് ഒരു നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് പെർഫോം ആൻഡ് ഫങ്ഷൻ വിത്ത് ഇൻവേർട്ടഡ് ഔട്ട്പുട്ട്. ഓക്കെ, അതായത് നമുക്ക് ആൻഡ് ഫങ്ഷൻ ആയിരിക്കും അതിൻ്റെ ആൻഡ് ഫങ്ഷൻ്റെ നേരെ ഇൻവേർഷൻ. അപ്പോൾ നമുക്ക് ഇൻപുട്ട് എ ആൻഡ് ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് വരുന്നുണ്ട്. അപ്പോൾ എ ആൻഡ് ബി നമുക്കറിയാം. എ ആൻഡ് ബി ഇൻപുട്ട് ഔട്ട്പുട്ട് എന്തായിരിക്കും? എയും ബിയും രണ്ടും ഹൈ വോൾട്ടേജ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് കിട്ടത്തുള്ളൂ. ബാക്കി എല്ലാ കേസിനകത്തും 0 ആയിരുന്നു. നമ്മൾ ആൻഡ് ഗേറ്റ് ആൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ നേരെ ഇൻവേഴ്സ്. ഇപ്പോൾ എയും ബിയും 0 ആയി. ആൻഡ് ഗേറ്റ് ആകുമ്പോൾ അവിടെ ഔട്ട്പുട്ട് 0 ആയി. പക്ഷേ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായി? അത് ഹൈ വോൾട്ടേജ് ആയി മാറി. സിമിലർലി A0 B1 ആകുമ്പോൾ എന്താണ്? നോർമൽ ആൻഡ് ഗേറ്റ് ആകുമ്പോൾ അവിടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആ ഔട്ട്പുട്ടിൻ്റെ എഗെയിൻ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ നാൻഡ് ഗേറ്റിനകത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സിമിലർലി A = 1 B = 0 ആകുമ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇഫ് A = 1 B = 1 രണ്ടും ഹൈ വോൾട്ടേജ് സപ്ലൈ ആകുമ്പോൾ ആൻഡ് കേസിനകത്ത് നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? നാൻഡ് ഗേറ്റിനകത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതാണ് ഒരു നാൻഡ് ഗേറ്റിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുക. സിമ്പിൾ ആൻഡ് ഗേറ്റ്, അതിൻ്റെ എൻഡിൽ ഒരു സർക്കിൾ, അതായത് ആൻഡിൻ്റെയും നോട്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ നോർ ഗേറ്റ്. നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിൻ്റെയും നോട്ടിൻ്റെയും കോമ്പിനേഷൻ. നാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ആൻഡിൻ്റെയും നോട്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരുന്നു. നോർ എന്ന് പറഞ്ഞാൽ ഓറിൻ്റെയും നോട്ടിൻ്റെയും കോമ്പിനേഷനാണ്. സോ നോർ ഗേറ്റ് പെർഫോം ചെയ്യുന്നത് ഓറിൻ്റെ ഇൻവേഴ്സ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് എ ആൻഡ് ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും. അത് ഓർ ഗേറ്റിനകത്ത് വരുമ്പോൾ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് ഹൈ വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ വോൾട്ടേജ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്തായിരിക്കും? അത് ലോ വോൾട്ടേജ് ആയിട്ട് മാറും. ഇപ്പോൾ നമുക്ക് നോക്കാം. ഈ ഇൻപുട്ട് A = 0 B = 0 ഓർ വന്നു കഴിഞ്ഞാൽ നോർമൽ ഓർ ഗേറ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കും. പക്ഷേ നോർ ഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഇൻവേഴ്സ്, സോ അത് നേരെ എന്തായിട്ട് മാറും? ഹൈ വോൾട്ടേജ് ആയിട്ട് മാറും. ഇഫ് A = 0 B = 1 ഓർ ഗേറ്റ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ഹൈ വോൾട്ടേജ് ആയിരിക്കും. പക്ഷേ നോറിൻ്റെ കേസിനകത്ത് ആ ഓർ എന്ന് പറയുന്ന ഔട്ട്പുട്ടിൻ്റെ ഇൻവേഴ്സ്, അപ്പോൾ 1ൻ്റെ ഇൻവേഴ്സ് എഗെയിൻ 0. സിമിലർലി ഇഫ് A = 0 B = if A = 1 B = 0 ഔട്ട്പുട്ട് ഈസ് 0. ഇഫ് A = 1 B = 1 നോർമൽ ഓർ ഗേറ്റ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് അവിടെ 0 ആയിരിക്കും. പക്ഷേ 1 ആയിരിക്കും. പക്ഷേ ഇവിടെ നോർ ഗേറ്റ് ആകുമ്പോൾ 1ൻ്റെ ഇൻവേഴ്സ്, സോ ഔട്ട്പുട്ട് ഈസ് 0. ഓക്കെ, ഇതാണ് ഒരു നോർ ഗേറ്റിൻ്റെ കേസ് എന്ന് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സോർ ഗേറ്റ്. എന്താണ് ഒരു എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സോർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എന്ന് പറയും നമ്മൾ. എക്സ്ക്ലൂസീവ്ലി, അത് സ്പെസിഫിക് ആയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ആ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിഫറെൻ്റ് ആയാൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് ആവത്തുള്ളൂ. ഇൻപുട്ട് സെയിം ആയാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ലോ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ സിമ്പിൾ നോക്കാം. എ ആൻഡ് ബി ഒരു ഓർ ഗേറ്റ് ആയിരുന്നു. ഓർ ഗേറ്റിൻ്റെ ഔട്ടർ സൈഡിൽ ഒരു കർവ് കൂടി വരച്ചതാണ് എക്സോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A+B, ആ പ്ലസ് എന്ന് പറയുന്ന ഒരു സർക്കിളിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് സിമ്പിൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇൻ എക്സോർ ഗേറ്റ് ഔട്ട്പുട്ട് ഈസ് ഹൈ വെൻ 2 ഇൻപുട്സ് ആർ ഡിഫറൻറ്റ്.
ആൻഡ് ആൾസോ ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് ലോ വെൻ 2 ഇൻപുട്ട്സ് ആർ സെയിം. നോക്കാം, 2 ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ A equal to 0, B equal to 0, output is 0. If A equal to 1, B equal to 1, output is 0. ഇൻപുട്ട് ഡിഫറൻ്റ് ആണെങ്കിൽ if A equal to 0, B equal to 1, output is 1. If A equal to 1, B equal to 0, output is 1. നമ്മൾ നോർമലി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അത് നോർമലി A പ്ലസ് B ഈക്വൽ ടു A ഡോട്ട് B ബാർ പ്ലസ് A ബാർ ഡോട്ട് B. ഇതാണ് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ സിലബസിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റിലൂടെ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ XOR ഗേറ്റ് പറഞ്ഞു. ഇനി ഇതിനകത്ത് വരുന്നത് XNOR ഗേറ്റ്. XNOR ഗേറ്റിൻ്റെ കേസിനകത്ത് നമ്മളറിയാം XNOR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് OR ഗേറ്റ്. ഓക്കെ, എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് ആണെന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് ഈസ് ഹൈ വെൻ 2 ഇൻപുട്ട്സ് ആർ സെയിം. ഇൻപുട്ട് സെയിം ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇൻപുട്ട് ഡിഫറൻ്റ് ആകുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അതായത് നേരത്തെ പറഞ്ഞ XORൻ്റെ നേരെ ഓപ്പോസിറ്റാണ് XNOR എന്ന് പറയുന്നത്. ഓക്കെ, XOR ആയിരുന്നപ്പോൾ ഇൻപുട്ട് സെയിം ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരുന്നു. ഇൻപുട്ട് സെയിം ആകുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരുന്നു. ഇൻപുട്ട് ഡിഫറൻ്റ് ആയിരുന്നപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരുന്നു. അതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റാണ് XNOR ഗേറ്റ് എന്ന് പറയുന്നത്. ഇവ നമുക്ക് പോയി ആ സിമ്പിള് നോക്കുക. XORൻ്റെ എൻഡിൽ ഒരു നോട്ട് സിമ്പിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ക്ലോസ്ഡ് സർക്കിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് XNOR ആയിട്ട് മാറി. ഇഫ് A ആൻഡ് B ഈസ് 0, ഔട്ട്പുട്ട് ഈസ് 1. A equal to 0, B equal to 1, ഔട്ട്പുട്ട് ഈസ് 0. A equal to 1, B equal to 0, ഔട്ട്പുട്ട് ഈസ് 0. If A equal to 1, B equal to 1, ഔട്ട്പുട്ട് ഈസ് 1. ഇത്രയുമാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോജിക് ഗേറ്റുകൾ. നമ്മളൊരു ഡിജിറ്റൽ സിസ്റ്റത്തിൽ അതിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോജിക് ഗേറ്റ്സ്, അതിൻ്റെ സിമ്പിൾസ്, അതിൻ്റെ ട്രൂത്ത് ടേബിൾ, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഷോർട്ടായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ ടോപ്പിക്കുമായി കാണാം. ഓക്കെ, താങ്ക് യു.